എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസ് കൂടിയാണ് എമ്പുരാൻ നടന്നത്. വലിയ ജനക്കൂട്ടമാണ് എമ്പുരാൻ തിയേറ്ററിന് മുന്നിൽ. അപ്പോൾ നമുക്ക് രസകരമായ പല സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് രസകരമായ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൂസിഫർ ആണോ അതോ എമ്പുരാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ലൂസിഫർ തന്നെയായിരിക്കും എല്ലാവർക്കും ആദ്യം ഇഷ്ടപ്പെടുക, കാരണം അതിൽ നിന്നാണല്ലോ എമ്പുരാൻ വരുന്നത്. അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ എമ്പുരാനായിട്ട് കമ്പയർ ചെയ്യേണ്ടത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ വേണം. ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി രണ്ട് സിനിമയായിട്ട് കണ്ടിട്ട് വേണം നമ്മളെല്ലാം അതിനെ തുലനം ചെയ്യാൻ എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ രസകരമായൊരു ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ആരെയാണ്? അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിനെയാണോ അതോ അബ്രഹാം ഖുറേഷിയാണോ? മോഹൻലാലിൻ്റെ മുണ്ടുടുത്ത വൈറ്റ് ആൻഡ് വൈറ്റിലുള്ള ആ ഒരു പെർഫോമൻസിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അതോ വളരെ കോട്ടും പാൻറ്റും കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അബ്രഹാം ഖുറേഷിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇതിനൊരു തുലനം ചെയ്താൽ മോഹൻലാലിനെ നമ്മൾ മനസ്സിൽ കാണുന്നത്, മോഹൻലാലിനെ എപ്പോഴും നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരാളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ മോഹൻലാലിന് നമുക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മുണ്ടും മീശയും ഒക്കെയാണ്. അതുകൊണ്ട് ആ വൈറ്റ് ആൻഡ് വൈറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ആ പതിയ താളത്തിൽ പറയുന്ന ഡയലോഗൊക്കെ വരുമ്പോൾ പഞ്ചടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുക. സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് എനിക്ക് തോന്നുന്നു ഇതിൽ സ്കോർ ചെയ്യുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ തന്നെയാണ് മലയാളികൾ ഓരോരാൾക്കും ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചതും ഞാൻ സംസാരിച്ചവരോടും ചോദിച്ചവരോടൊക്കെ ആഗ്രഹം, അവർക്കൊക്കെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറേയധികം സ്ക്രീനിൽ കാണാൻ ഇഷ്ടം. അബ്രഹാം ഖുറേഷി അത്രത്തോളം കയറി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ക്യാരക്ടർ പ്രത്യേകിച്ച് മോഹൻലാലിനെ പലപ്പോഴും നമുക്ക് കാണുമ്പോൾ, ആ ഒരു രൂപത്തിൽ കാണുമ്പോൾ മോഹൻലാൽ കുറച്ച് സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അബ്രഹാം ഖുറേഷി കിട്ടിയിട്ടില്ല. അത് കാണുമ്പോൾ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല, ഒരു പഞ്ചില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇൻട്രോയിലടക്കം നമുക്ക് അത് അത്രത്തോളം പോരാ, ഈ കലങ്ങിയില്ല എന്നൊക്കെ പറയുന്ന പോലെ അത്ര പോരാ എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് ശരിക്കും എമ്പുരാനെ എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അത്രത്തോളം നമുക്ക് ആ ഒരു രീതിയിൽ മോഹൻലാലിനെ ടോട്ടലി നമുക്ക് പ്ലേസ് ചെയ്യുന്ന രീതി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പല സ്ഥലത്തും രസമാണ്. പക്ഷേ മോഹൻലാലിനെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ സാഗർ, ഇലിയാസ്, ജാക്കിയൊക്കെ കാണുമ്പോൾ നമുക്കത് തോന്നിയത് അതാണ്. മോഹൻലാലിന് ആ വേഷം മോഹൻലാലിന് എത്രത്തോളം പഞ്ചുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് ശരി. ചിലപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് അബ്രഹാം ഖുറേഷിയെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ. മറ്റ് രണ്ട് രീതിയിൽ നോക്കിയാൽ രണ്ടും വലിയ പടമാണ്, രണ്ടും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടി സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു പഞ്ച്, അത് അബ്രഹാം ഖുറേഷിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് പേഴ്സണലി ഇഷ്ടം സ്റ്റീഫൻ നെടുമ്പള്ളിയെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ? എന്തുകൊണ്ടായിരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളി കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അബ്രഹാം ഖുറേഷിയോട് നമുക്ക് അത്ര താല്പര്യം തോന്നാത്തത്? നിങ്ങളൊരു മോഹൻലാലിൻ്റെ ആരാധകനാണെങ്കിൽ എന്തായിരിക്കും കാരണം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഇഷ്ടം സ്റ്റീഫൻ